ഹലോ ഡിയേഴ്സ്, പ്രകാശവും സ്നേഹവും അനുകമ്പയും കൃപയും നിറഞ്ഞ ഈ ഇടത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യുവാണ്. നിങ്ങളുടെ ശബ്ദത്തിൻ്റെ ഹൃദയത്തിലേക്കുള്ള യാത്ര. ഇവിടെ ഞങ്ങൾ സത്യത്തിൻ്റെയും ആവിഷ്കാരത്തിൻ്റെയും സൃഷ്ടിപരമായ ഒഴുക്കിൻ്റെയും പവിത്രമായ ഊർജകേന്ദ്രമായ നിങ്ങളുടെ ത്രോട്ട് ചക്രയെ സ്നേഹപൂർവ്വം ഉണർത്തുകയും ശുദ്ധീകരിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യുന്നു. ത്രോട്ട് ചക്ര അഥവാ വിശുദ്ധ ചക്ര കഴുത്തിൻ്റെ അടിഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നീല നിറത്താൽ പ്രതിനിധീകരിക്കപ്പെടുന്നു. ത്രോട്ട് ചക്ര ബാലൻസ്ഡ് ആകുമ്പോൾ വ്യക്തതയോടെ ആശയവിനിമയം നടത്താനും സ്നേഹത്തോടെ നിങ്ങളുടെ സത്യം സംസാരിക്കാനും ലോകത്തിൽ നിങ്ങളുടെ അതുല്യമായ സ്വഭാവം പ്രകടിപ്പിക്കാനും നിങ്ങളെ അത് സഹായിക്കുന്നു. ഈ ചക്ര ബ്ലോക്ക് ആകുമ്പോഴോ അല്ലെങ്കിൽ ഇംബാലൻസ്ഡ് ആകുമ്പോഴോ സംസാരിക്കാനുള്ള ഭയം, വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കേൾക്കാത്തതായി തോന്നൽ എന്നിവയിലേക്ക് നിങ്ങളെ നയിച്ചേക്കാം. അടുത്ത 7 ദിവസങ്ങളിൽ നിങ്ങളുടെ ശബ്ദത്തിന് ഐക്യം, വെളിച്ചം, സ്വാതന്ത്ര്യം എന്നിവ കൊണ്ടുവരാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സൗമ്യവും എന്നാൽ ശക്തവുമായ മെഡിറ്റേഷനിലൂടെ നിങ്ങൾ നീങ്ങുമ്പോൾ സൂക്ഷ്മമായ മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകും. സ്വയം പ്രകടിപ്പിക്കുന്നതിൽ കൂടുതൽ ആത്മവിശ്വാസം, കൂടുതൽ സന്തോഷം എന്നിവ നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങളുടെ വാക്കുകൾ മാത്രമല്ല, നിങ്ങളുടെ മുഴുവൻ സാന്നിധ്യവും ഒരു പുതിയ ഐക്യം കൊണ്ടുവരുന്നതായി, ഒരു യൂണിറ്റി കൊണ്ടുവരുന്നതായി നിങ്ങൾ കണ്ടെത്തും. ഇതൊരു മെഡിറ്റേഷൻ മാത്രമല്ല, നിങ്ങളുടെ യഥാർത്ഥ ശബ്ദത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവാണിത്. അപ്പോൾ ഡിയേഴ്സ്, ആഴത്തിൽ ശ്വസിക്കുക, നിങ്ങളുടെ ഹൃദയം തുറക്കുക. നമുക്ക് ഒരുമിച്ച് ഈ പവിത്രമായ യാത്ര ആരംഭിക്കാം. ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻ സീരീസ്, എ ജേർണി ത്രൂ യുവർ എനർജി സെൻറ്റേഴ്സ് ടു അവേക്കൺ ദ ലൈറ്റ് വിത്തിൻ യു. 5th സീരീസായ ത്രോട്ട് ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻ സീരീസിൽ 1ാം ദിവസമായ ഇന്ന് അവയർനെസ് ആൻഡ് കണക്ഷൻ, connected to the truth within you. Welcome, dear soul, to the healing space. വളരെ സ്വസ്ഥവും സമാധാനമായി ഇരിക്കാനോ കിടക്കാനോ പറ്റുന്ന ഒരിടം കണ്ടെത്തുക. കസേരയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ കാലുകൾ നിലത്തുറപ്പിച്ച് കൈകൾ മടിയിൽ തുറന്നു വെച്ച് റിസീവിംഗ് മോഡിലിരിക്കാം. സ്പൈൻ സ്ട്രെയിറ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. കിടക്കുകയാണെങ്കിൽ മലർന്ന് കിടക്കുക. ശരീരത്തിന് ഇരുവശവും കൈകൾ തുറന്ന് വയ്ക്കുക. സാവകാശം കണ്ണുകൾ അടച്ച് ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ആഴത്തിൽ ശ്വാസം എടുത്ത് വിട്ടുകൊണ്ടേയിരിക്കുക. ഓരോ ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങൾ കൂടുതൽ കൂടുതൽ റിലാക്സേഷനിലേക്ക് പോകുന്നു. ഓരോ ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങൾ കൂടുതൽ കൂടുതൽ ഗ്രൗണ്ടഡ് ആകുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ പോസിറ്റീവ് എനർജിയും നിങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്നതായി ഇമാജിൻ ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന എല്ലാ മാലിന്യങ്ങളും പുറത്തേക്ക് പോയി അലിഞ്ഞു പോകുന്നതായി ഇമാജിൻ ചെയ്യുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. Breathe in, breathe out.
Breathe in, breathe out. റിലാക്സ് റിലാക്സ് റിലാക്സ്. നിങ്ങളുടേതായ താളത്തിൽ ശ്വാസമെടുത്ത് വിട്ടുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ അവബോധം നിങ്ങളുടെ നട്ടെല്ലിൻ്റെ അടിയിലേക്ക് കൊണ്ടുവരിക. അവിടെ നിന്നും ഒപ്പം നിങ്ങളുടെ പാദങ്ങളുടെ അടിയിൽ നിന്നും ഭൂമിയിലേക്ക് വളരുന്ന സ്വർണ്ണപ്രകാശത്തിൻ്റെ വേരുകൾ സങ്കല്പിക്കുക. ഈ വേരുകൾ തറയിലൂടെ കടന്നു പോകുന്നു, മണ്ണിലൂടെ കടന്നു പോകുന്നു, കല്ലുകളിലൂടെ ആഴത്തിൽ ആഴത്തിൽ കടന്നുപോയി അത് ഭൂമി മാതാവിൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്നു. ഭൂമി മാതാവ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു, നിങ്ങളെ പിന്തുണയ്ക്കുന്നു, നിങ്ങളെ അടിസ്ഥാനപ്പെടുത്തുന്നു. ഇപ്പോൾ നിങ്ങൾ മനോഹരമായ ഒരു വൃക്ഷം പോലെ തുറന്ന ഹൃദയത്തോടെയും വേരുകളിൽ ശക്തമായും നിലകൊള്ളുന്നു. നിങ്ങളെ നയിക്കുന്ന ദൈവിക ശക്തിയെയും നിങ്ങളെ പിന്തുണയ്ക്കുന്ന ഭൂമിയെയും പൂർണ്ണ സന്തുലിതാവസ്ഥയിൽ വഹിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിങ്ങൾ നിങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നു. ഇപ്പോൾ ആ ദൈവിക ശക്തിയിലേക്ക് കണക്ട് ചെയ്യാം. എല്ലാ ഗുരുക്കന്മാരിലേക്കും കണക്ട് ചെയ്യാം. കാവൽ മലാഖമാരിലേക്കും എല്ലാ പൂർവികരിലേക്കും കണക്ട് ചെയ്യാം. നിങ്ങളുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും ഹൃദയത്തിലേക്കും ആത്മാവിലേക്കും കണക്ട് ചെയ്യാം. എല്ലാവർക്കും എല്ലാത്തിനും നന്ദി സമർപ്പിച്ചുകൊണ്ട് ചെറിയൊരു പ്രാർത്ഥനയോടെ നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാം. മൈ ഡിയർ ഡിവൈൻ ആൻഡ് മൈ ഗ്രേറ്റ് മദർ, നിങ്ങളുടെ അനന്തമായ സ്നേഹം കൊണ്ടും കൃപ കൊണ്ടും ഈ ഇടം നിറയ്ക്കണമേ. സത്യത്തിൻ്റെയും വ്യക്തതയുടെയും കാരുണ്യത്തിൻ്റെയും വെളിച്ചം എന്നിലൂടെ ഒഴുകാൻ അനുഗ്രഹിക്കണമേ. എല്ലാ വാക്കുകളും ചിന്തകളും പ്രവൃത്തികളും ഏറ്റവും ഉയർന്ന നന്മയുമായി യോജിക്കട്ടെ. സ്നേഹത്തോടും ജ്ഞാനത്തോടും കൂടി സ്വതന്ത്രമായി എന്നെ പ്രകടിപ്പിക്കാൻ എന്നെ നയിക്കണമേ. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ആഴത്തിലുള്ളതും സാവധാനത്തിലുള്ളതുമായ ശ്വാസമെടുക്കുക. ശ്വാസമെടുക്കുമ്പോൾ നിങ്ങളുടെ ശരീരം മൃദുവാകുന്നു, നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നു, നിങ്ങളുടെ ഹൃദയം തുറക്കുന്നു. നിങ്ങൾക്ക് പുറത്തുള്ള വെളിയിലുള്ള ലോകം മങ്ങുന്നതായി നിങ്ങൾക്ക് തോന്നുന്നു. നിങ്ങളിപ്പോൾ സുരക്ഷിതവും പവിത്രവുമായ നിങ്ങളുടെ ഉള്ളിലെ ഒരു ക്ഷേത്രത്തിലേക്ക്, ഒരു പുണ്യ സ്ഥലത്തേക്ക്, ഒരു പവിത്രമായ ഇടത്തേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. ഈ സമയം ഓരോ ശ്വാസമെടുത്ത് പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങൾ ശുദ്ധമായ നീല വെളിച്ചത്തിൽ ശ്വസിക്കുന്നതായി സങ്കല്പിക്കുക. ഓരോ ശ്വാസമെടുക്കുമ്പോഴും ആ നീല വെളിച്ചം നിങ്ങളിലേക്ക് നിറയുന്നു. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഇനി എന്തെങ്കിലും സംശയം, ഭാരം, ഭയം ഒക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതെല്ലാം പുറത്തേക്ക് പോയി ആ പ്രപഞ്ചത്തിലേക്ക്
അലിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വളരെ ശാന്തമായ ഒരു വനത്തിലൂടെ നടക്കുകയാണ് എന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങൾ പോകുന്ന വഴികളിലെ വായു വളരെ ശുദ്ധമുള്ളതും തണുപ്പുള്ളതുമാണ്. നിങ്ങൾ പോകുന്ന വഴിയിലൂടെ മൃദുവായ ഇലകളുടെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു തിളങ്ങുന്ന ജലാശയം കാണുന്നു. അതിൻ്റെ ഉപരിതലം ശുദ്ധവും തിളക്കമുള്ളതുമായ നീല വെളിച്ചത്താൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആ കുളത്തിനരികിലേക്ക് ചെന്ന് അവിടെ മുട്ടുകുത്തി വെള്ളത്തിലേക്ക് നോക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിഫലനം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രതിഫലനം വ്യത്യസ്തമാണ്. അത് സ്വതന്ത്രനും ആത്മവിശ്വാസമുള്ളതുമായ നിങ്ങളാണ്. നിങ്ങളുടെ കണ്ണുകൾ സത്യത്താൽ തിളങ്ങുന്നു. നിങ്ങളുടെ ശബ്ദം തുറന്ന് കൃപയാൽ ഒഴുകുന്നു. നിങ്ങളൊരൽപ്പസമയം ആത്മവിശ്വാസമുള്ള, സ്വതന്ത്രമായി പെരുമാറുന്ന നിങ്ങളെ നോക്കിയിരിക്കുന്നു. വളരെ സാവകാശം നിങ്ങൾ ആ വെള്ളത്തിലൊന്ന് തൊടുന്നു. നീല വെളിച്ചത്തിൻ്റെ അലകൾ ആ സമയം നിങ്ങളുടെ ശരീരത്തിലേക്ക് നീങ്ങുന്നു. അത് നിങ്ങളുടെ തൊണ്ടയിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, നിങ്ങളുടെ മനസ്സിലേക്ക് ഒക്കെ പടരുന്നു. ഈ സമയം നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശത്തിനും ഒരു സന്ദേശം ലഭിക്കുന്നു. സംസാരിക്കുന്നത് സുരക്ഷിതമാണ്. ഞാൻ എങ്ങനെയാണോ അതുപോലെയാകുന്നത് സുരക്ഷിതമാണ്. ഞാൻ സംസാരിക്കുന്നത് സുരക്ഷിതമാണ്. ഞാൻ എങ്ങനെയാണോ അതുപോലെയാകുന്നത് സുരക്ഷിതമാണ്. നിങ്ങൾ ഓരോ ശ്വാസമെടുത്ത് പുറത്തേക്ക് വിടുമ്പോഴും ആ നീല വെളിച്ചം വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ തൊണ്ടയിലെ ഭാരം കുറഞ്ഞതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. നിങ്ങളുടെ ശബ്ദം നിശബ്ദതയിൽ പോലും ശക്തവും വ്യക്തവും സ്നേഹത്താൽ നിറഞ്ഞതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഇപ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ആവർത്തിക്കുന്നു, എൻ്റെ ശബ്ദം ഒരു പവിത്രമായ സമ്മാനമാണ്. എൻ്റെ ശബ്ദം ഒരു പവിത്രമായ സമ്മാനമാണ്. എൻ്റെ ശബ്ദം ഒരു പവിത്രമായ സമ്മാനമാണ്. ഞാൻ വ്യക്തതയോടെയും സ്നേഹത്തോടെയും ജ്ഞാനത്തോടെയും സംസാരിക്കുന്നു. ഞാൻ വ്യക്തതയോടെയും സ്നേഹത്തോടെയും ജ്ഞാനത്തോടെയും സംസാരിക്കുന്നു. ഞാൻ വ്യക്തതയോടെയും സ്നേഹത്തോടെയും ജ്ഞാനത്തോടെയും സംസാരിക്കുന്നു. എൻ്റെ വാക്കുകൾ ഹീലിംഗും വെളിച്ചവും വഹിക്കുന്നു. എൻ്റെ വാക്കുകൾ ഹീലിംഗും വെളിച്ചവും വഹിക്കുന്നു. എൻ്റെ വാക്കുകൾ ഹീലിംഗും വെളിച്ചവും വഹിക്കുന്നു.
ഞാൻ സ്വതന്ത്രമായും നിർഭയമായും എന്നെ തന്നെ പ്രകടിപ്പിക്കുന്നു. ഞാൻ സ്വതന്ത്രമായും നിർഭയമായും എന്നെ തന്നെ പ്രകടിപ്പിക്കുന്നു. ദൈവം എന്നിലൂടെ സംസാരിക്കുന്നു. ദൈവം എന്നിലൂടെ സംസാരിക്കുന്നു. ദൈവം എന്നിലൂടെ സംസാരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ത്രോട്ടിൽ വിരിയുന്ന മനോഹരമായ ഒരു നീലത്താമരയെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഓരോ ഇതളും വിരിയുന്നു. ആ ഓരോ ഇതളും വിരിയുമ്പോൾ സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സുഗന്ധം അവിടെ ആകെ നിറയുന്നു. ഈ സുഗന്ധം നിങ്ങളുടെ സത്തയിലൂടെ ഒഴുകുന്നു. നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തിനെയും അത് ഏകീകരിക്കുന്നു. ആ ഒരു ഐക്യം, ആ ഒരു യൂണിറ്റി അനുഭവിക്കുക. ആ ഒരു കൃപ അനുഭവിക്കുക. ഒരു നിമിഷം നിങ്ങൾക്ക് ഈ ഒരു ഊർജത്തിൽ തുടരാം. നിങ്ങളുടെ ഹൃദയത്തിലൂടെയും ആത്മാവിലൂടെയും മനസ്സിലൂടെയും ശരീരത്തിലൂടെയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഒക്കെ നിലാവെളിച്ചം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ആ നീല വെളിച്ചത്താൽ നിങ്ങൾ നിറയുന്നു. അതൊരു പുതിയ എനർജി നിങ്ങളിൽ നിറയ്ക്കുന്നു. നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ നിങ്ങളെ പ്രകടിപ്പിക്കാൻ അത് നിങ്ങളെ സഹായിക്കുന്നു. ഇനി വളരെ സാവകാശം നിങ്ങൾക്ക് നിങ്ങളിലേക്ക് മടങ്ങി വരാം. ഈ നിമിഷത്തെ അറിയുക. നിങ്ങളുടെ ശരീരത്തെ അറിയുക. നിങ്ങളിരിക്കുന്ന ഇടത്തെ അറിയുക. നിങ്ങളുടെ കൈവിരലുകൾ മെല്ലെ ചലിപ്പിക്കുക. കാൽവിരലുകൾ മെല്ലെ ചലിപ്പിക്കുക. ശരീരം ഇരുവശത്തേക്കും മെല്ലെ അനക്കി, ശിരസ്സും ഇരുവശത്തേക്കും മെല്ലെ അനക്കി, പുഞ്ചിരി നിറഞ്ഞ ഒരു ഹൃദയത്തോടെ, സമാധാനവും ശാന്തതയും നിറഞ്ഞ ഒരു പുഞ്ചിരിയോടെ നിങ്ങൾക്ക് കണ്ണുകൾ തുറക്കാവുന്നതാണ്. ഒരു നിമിഷം ഇന്നത്തെ അഫർമേഷനും കൂടി നമുക്ക് പറയാം. ഒന്നുകിൽ നിങ്ങൾക്കത് കേട്ടിരിക്കാം, അല്ലെങ്കിൽ എന്നോടൊപ്പം ചാൻറ്റ് ചെയ്യാം. ഈ ദിവസം പല സമയങ്ങളിലും ഈ ഒരു അഫർമേഷനിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാം. My voice is a sacred gift. I speak my truth with love, wisdom and grace. എൻ്റെ ശബ്ദം ഒരു പവിത്രമായ സമ്മാനമാണ്. സ്നേഹം, ജ്ഞാനം, കൃപ എന്നിവയോടെയാണ് ഞാൻ എൻ്റെ സത്യം സംസാരിക്കുന്നത്. My voice is a sacred gift. I speak my truth with love, wisdom and grace. എൻ്റെ ശബ്ദം ഒരു പവിത്രമായ സമ്മാനമാണ്. സ്നേഹം, ജ്ഞാനം, കൃപ എന്നിവയോടെയാണ് ഞാൻ
എൻ്റെ സത്യം സംസാരിക്കുന്നത്. My voice is a sacred gift. I speak my truth with love, wisdom and grace. എൻ്റെ ശബ്ദം ഒരു പവിത്രമായ സമ്മാനമാണ്. സ്നേഹം, ജ്ഞാനം, കൃപ എന്നിവയോടെയാണ് ഞാൻ എൻ്റെ സത്യം സംസാരിക്കുന്നത്. ഈ നിമിഷം മുതൽ, ഈ ദിവസം മുതൽ, ഇനി വരുന്ന ഓരോ ദിവസങ്ങളിലും നിങ്ങളുടെ ശബ്ദം ഒരു പവിത്രമായ സമ്മാനമായി മാറട്ടെ. നിങ്ങളുടെ സത്യത്തെ സ്നേഹത്തോടെയും ജ്ഞാനത്തോടെയും കൃപയോടെയും നിങ്ങൾക്ക് മറ്റുള്ളവരുമായി പങ്കിടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ത്രോട്ട് ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻ സീരീസിൻ്റെ മറ്റൊരു മെഡിറ്റേഷനുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.